സോളാർ സ്പെക്ട്ര, അറ്റോമിക് സ്പെക്ട്ര ഈ കമ്പാരിസൺ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. മുന്നേ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു സോളാർ സ്പെക്ട്ര കിട്ടുന്നത്? വിബ്ജിയോർ മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അത് അല്ലേ. വെൻ എ റേ ഓഫ് വൈറ്റ് ലൈറ്റ് ഫ്രം എനി സോഴ്സ് ഈസ് പാസ് ത്രൂ എ പ്രിസം ഇറ്റ് splits into 7 colors having different wavelengths, different frequencies. അപ്പോൾ ആ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻറ്റു റേഡിയേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഈസ് നോൺ ആസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പേർഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ദ പാറ്റേൺ ഓഫ് റേഡിയേഷൻ ഈസ് കോൾഡ് സ്പെക്ട്രം. ആ റേഡിയേഷൻ പാറ്റേണിനെയാണ് നമ്മൾക്ക് പാറ്റേൺ ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് സ്പെക്ട്രം. ഇൻ ദിസ് 7 colors appear without any gap. ആ 7 കളേഴ്സ് ഗ്യാപ്പില്ലാതെ കണ്ടിന്യൂസ് ആയിട്ടാണ്, അവിടെ ഒരു ബൗണ്ടറി ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. അതുകൊണ്ട് സച്ച് ടൈപ്പ് ഓഫ് സ്പെക്ട്രം ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. അപ്പോൾ അങ്ങനെയുള്ള സ്പെക്ട്രത്തെ നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയും. പക്ഷേ അറ്റോമിക് സ്പെക്ട്ര എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ലൈൻ സ്പെക്ട്ര എന്നാണ് പറയുക. ഓക്കെ, then next we can go through atomic spectra. Atoms give discontinuous or line spectra. The spectrum given by atoms consists of a series of bright lines or band എന്ന് പറയും. അപ്പോൾ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എങ്ങനെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് ആണ്. ബ്രൈറ്റ് ലൈൻസിൻ്റെ ഒരു സീരീസ്, അതിനെയാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. എ ബാൻഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഡാർക്ക് സ്പേസ്. അപ്പോൾ അതിനിടയ്ക്ക് ഡാർക്ക് സ്പേസാണ് ഉണ്ടാവുക. ഇടയ്ക്കുള്ള സ്പേസ് നമ്മൾക്ക് വിസിബിൾ അല്ല, അത് ഡാർക്കായിട്ട് കാണും. ഈ ലൈൻസ് മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സിൽ അവിടെ വിസിബിൾ ആയിരിക്കും. അത് ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് അല്ല, മേർജ് ചെയ്തിട്ടല്ല ഉള്ളത്. ഈച്ച് ലൈൻ ഇൻ ദ സ്പെക്ട്രം കറസ്പോണ്ട്സ് ടു എ സ്പെസിഫിക് വേവ് ലെങ്ത്. അപ്പോൾ ഓരോ ലൈനും, സ്പെക്ട്രത്തിലുള്ള ഓരോ ലൈനും എന്താണ്? കറസ്പോണ്ട്സ് ടു എ സ്പെസിഫിക് വേവ് ലെങ്ത് അല്ലെങ്കിൽ സ്പെസിഫിക് ഫ്രീക്വൻസി. ദർ ആർ 2 ടൈപ്സ് ഓഫ്, അതായത് ഓരോ വേവ് ലെങ്ത്തും ഓരോ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. Then there are 2 types of atomic spectra, which are the emission spectra and absorption spectra. എമിഷൻ സ്പെക്ട്രയുണ്ട്, അബ്സോർപ്ഷൻ സ്പെക്ട്രയുണ്ട്. അതിൽ നമ്മൾക്ക് എമിഷൻ സ്പെക്ട്രയാണ് സ്റ്റഡി ചെയ്യാനുള്ളത്. അതും തന്നെ ഏതാണ്? ഹൈഡ്രജൻ്റെ സിംപ്ലസ്റ്റ് ആറ്റമാണ് ഹൈഡ്രജൻ, ലൈറ്റസ്റ്റ് എലമെൻ്റ് ആണ്. അതിൻ്റെ എമിഷൻ സ്പെക്ട്രയാണ് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അറ്റോമിക് സ്പെക്ട്ര, അറ്റോമിക് എമിഷൻ സ്പെക്ട്ര. എങ്ങനെയാണ് നമ്മൾക്കൊരു എമിഷൻ സ്പെക്ട്ര കിട്ടുന്നത്? അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. പിന്നെ സാമ്പിൾ ഓഫ് അറ്റോമിക് വേപ്പർ ഈസ് ഹീറ്റഡ് ടു എ ഹൈ ടെമ്പറേച്ചർ. ഒരു സാമ്പിൾ ഓഫ് അറ്റോമിക് വേപ്പർ ഓഫ് എനി ആറ്റം, ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ വേപ്പേഴ്സ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യാണ്. ദ ആറ്റംസ് ഇൻ ദ വേപ്പർ ഗെറ്റ് എനർജൈസ്ഡ് ആൻഡ് എക്സൈറ്റഡ്. അവിടെയാണ് പോയിൻ്റ്. ആറ്റംസ് ഇൻ ദ വേപ്പറിലുള്ള ആ സാമ്പിളിലുള്ള ആറ്റംസ് എന്താണ്? ഹീറ്റ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്ത്, ഫ്ലെയിമിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എനർജൈസ്ഡായി എക്സൈറ്റഡ് ആവുന്നു. These energized atoms then return to their stable ground state. അപ്പോൾ ഈ എനർജൈസ്ഡ് ആറ്റംസ് അവിടെ എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരുപാട് സമയം നിൽക്കില്ല അല്ലേ. when they return to their stable ground സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ at the time of return they emit എന്താണ്? electromagnetic radiation of certain definite wavelength or certain definite frequencies. By emitting, എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുക? by emitting electromagnetic radiation of certain definite wavelength or frequencies. These emitted radiations, അപ്പോൾ ഇതാ ഇവിടെ അബ്സോർപ്ഷനും എമിഷനും കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എന്താണ്? എക്സൈറ്റഡ് ആവുന്നു അല്ലേ. ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റഡ് ആവുന്നു. അവിടെ അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് എന്താണ്? ദിസ് സോൺ റിട്ടേൺ ബാക്ക് ടു ദ ലോവർ എനർജി ലെവൽ. വെൻ എനർജൈസ്ഡ് ആറ്റം റിട്ടേൺസ് ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് റേഡിയേഷൻസ് ആർ എമിറ്റഡ്. അപ്പോൾ റേഡിയേഷൻസ് ഇവിടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും ഇവിടെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈറ്റ്. ദെൻ
ദീസ് എമിറ്റഡ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് എ സീരീസ് ഓഫ് ബ്രൈറ്റ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ ഓരോ റേഡിയേഷനും എമിറ്റ് ചെയ്ത് ആ ഓരോ എമിഷനും എന്താണ്, ഓരോ ബ്രൈറ്റ് ലൈൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, these emitted radiation produce a series of bright lines. A series of bright lines is known as a band, separated from each other by dark space. It is not continuous. merge ചെയ്തിട്ടല്ല ഉള്ളത്. അതെങ്ങനെയാണ്? സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഡാർക്ക് സ്പേസ്. ഇടയ്ക്ക് ഡാർക്ക് സ്പേസിനെ കൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ടാണുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടോ? ഇതൊരു എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ഹീലിയം, മെർക്കുറി. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും മെർക്കുറിയുടെയും എമിഷൻ സ്പെക്ട്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ ഡാർക്ക് സ്പേസസ്. കണ്ടോ? ഡാർക്ക് സ്പേസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടല്ലാതെ കണ്ടിന്യൂസേ അല്ല. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് ആണ് അറ്റോമിക് സ്പെക്ട്രം. എ സീരീസ് ഓഫ് ബ്രൈറ്റ് ലൈൻസ്. നമ്മൾക്ക് എന്താണ് അറ്റോമിക് എമിഷൻ സ്പെക്ട്രം? ഡെഫിനിഷനാണ്. എ സീരീസ് ഓഫ് ബ്രൈറ്റ് ലൈൻസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഡാർക്ക് സ്പേസസ് produced by the excited atoms is called atomic emission spectrum. അതിനെയാണ് നമ്മൾ അറ്റോമിക് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്പെക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുന്നതെന്നാണ്. അത് നമ്മുടെ സിലബസിലില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈച്ച് ലൈനിൻ്റെ എമിഷൻ സ്പെക്ട്രം കറസ്പോണ്ട്സ് ടു എ സ്പെസിഫിക് വേവ് ലെങ്ത്. കണ്ടോ? അപ്പോൾ ഓരോ ലൈനും കറസ്പോണ്ട്സ് ടു എന്താണ്, ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലാണ്. therefore each element give a unique pattern of lines in the spectrum. Each element gives a unique pattern of lines in the spectrum. Then no two elements give the same pattern. അപ്പോൾ ഓരോ എലമെൻറ്റിനും ഓരോ പാറ്റേൺ ഓഫ് ലൈൻസ് ആണ് ഉള്ളത്. രണ്ട് എലമെൻറ്റ്സ് ഒരേ പാറ്റേൺ ഒരിക്കലും തരില്ല. കണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇനി പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യും. ദെൻ in 1859, Robert Bunsen and Kirchhoff developed a spectroscope. The spectroscope ആണ് യൂസ് ചെയ്യുന്നത് for studying emission spectra. It consists of a prism for dispersing the light. ഒരു പ്രിസം ഉണ്ടാവും അതിൽ, പിന്നെ ഒരു ടെലസ്കോപ്പ് ഉണ്ടാവും to observe spectra observe ചെയ്യാൻ വേണ്ടിയിട്ട്. The spectroscope in which the telescope is replaced by a photographic film is called a spectrograph. അപ്പോൾ a spectroscope in which telescope is replaced by a photographic film. ടെലിസ്കോപ്പിൻ്റെ പ്ലേസിൽ ഫോട്ടോഗ്രാഫി ഫിലിം ആണെങ്കിൽ അതിന് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയും. ദെൻ ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ സ്പെക്ട്രം ഈസ് കോൾഡ് സ്പെക്ട്രോഗ്രാം. നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫിന് പറയുന്നത് എന്താണ്? സ്പെക്ട്രോഗ്രാം. ഇത് കുറേ ടേംസ് ആണ്, അത്രയേ ഉള്ളൂ. ഒരു ടിപ്പിക്കൽ സ്പെക്ട്രോസ്കോപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഐ പീസ്. നമ്മളിവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. ഇവിടെ ആണ് അത് എന്താണ്, ആറ്റത്തിൻ്റെ വേപ്പേഴ്സ് ഹീറ്റ് ചെയ്യുന്നത്, ഫ്ലെയിം യൂസ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യൂ ചെയ്യുന്നു. ഇതാണ് ടെലസ്കോപ്പ്. ഇതാണ് സ്പെക്ട്രം, പ്രിസം. ഇത് പ്ലാറ്റിനം വയറാണ്. എല്ലാം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതൊരു പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോസ്കോപ്പാണ് ഫോർ ഒബ്റ്റെയിനിങ് എമിഷൻ സ്പെക്ട്രം. ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടാണുള്ളത്, പ്രിസം യൂസ് ചെയ്തിട്ട്. Okay, the emission spectrum of hydrogen, helium and mercury are shown in figure. It may be noted that each element gives its own characteristic pattern of lines in the spectrum. കണ്ടോ? ഓരോ എലമെൻറ്റിനും അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ലൈൻസ് ഉണ്ട് സ്പെക്ട്രത്തിൽ. അപ്പം നമ്മൾക്ക് ഓരോ എലമെൻറ്റിനെയും സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാം, അല്ലേ? ഐഡൻറ്റിഫൈ ചെയ്യാം, അനലൈസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ.